നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് ചെയ്യാൻ പോകുന്ന റീഡിംഗ് തേർഡ് പാർട്ടി, നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലുള്ള തേർഡ് പാർട്ടിയെ നിങ്ങൾക്ക് എങ്ങനെ ഒഴിവാക്കിയെടുക്കാം, ഇതാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. ഇത് എന്നോട് പലരും ചോദിച്ചു, ഇതെന്താണ് തേർഡ് പാർട്ടി ഉണ്ട്, എന്താ ചെയ്യേണ്ടതെന്ന്. എനിക്കും അറിയില്ല എന്താ ചെയ്യേണ്ടത്, എന്ത് ചെയ്താലാണ് തേർഡ് പാർട്ടിയെ ഒഴിവായി പോകുക എന്ന് എനിക്കും അറിയില്ല. നമുക്ക് യൂണിവേഴ്സിനോട് ചോദിക്കാം, നമുക്ക് ടാരോ റീഡിംഗ് എടുക്കാം അതിനനുസരിച്ച് കേട്ടോ. ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും റെസനേറ്റ് ചെയ്യില്ല. പേഴ്സണൽ റീഡിംഗ് വേണമെന്നുള്ളവർ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്, കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഇത് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ് ഇപ്പോഴത്തെ 1, 2, 3. ഇതിലേത് കാർഡ് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. നമ്മൾ നോക്കുക, നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി കണ്ടു കഴിയുമ്പോൾ പിന്നെ നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണെന്ന് നോക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ യൂണിവേഴ്സിനോട് ചോദിക്കും, ഈ തേർഡ് പാർട്ടിയെ ഒഴിവാക്കിയെടുക്കാൻ എന്താണ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ഇവിടെ റീഡിംഗ് കാണുന്നവർ, ഇപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ ഇരിക്കുന്നവരാണ് ഈ റീഡിംഗ് കാണുന്നത് കേട്ടോ. ഓൾറൈറ്റ്, അപ്പോൾ നമുക്ക് കാർഡ്സ് മാറ്റാം. 2ഉം 3ഉം കാർഡ്സ് മാറ്റി. ഒന്നാമത്തെ കാർഡ് നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ എനർജിയാണിത്. നമുക്ക് കാർഡ് തിരിക്കുന്നതിന് മുമ്പ് നമുക്ക് ഓറക്കിൾ മെസ്സേജ് നോക്കാം. സ്പിരിച്വൽ ഓറക്കിൾ മെസ്സേജാണ് ഭഗവാനെ. ഒന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവരുടെ ഇപ്പോഴത്തെ എന്താണ് സിറ്റുവേഷൻ, സ്പിരിച്വൽ എന്താണ് സിറ്റുവേഷൻ, സ്പിരിച്വൽ മെസ്സേജ് എന്താണ് ഇവർക്ക് കൊടുക്കാനുള്ളത് ഭഗവാനെ. ഓം നമഃ ശിവായ, 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 ഓം നമഃ ശിവായ. ഈ റീഡിങ് ഞാൻ 4ാമത്തെ പ്രാവശ്യം എടുക്കുന്നത്. ആദ്യത്തെ പ്രാവശ്യം ഡിലീറ്റ് ആയിട്ട് പോയി, കംപ്ലീറ്റ് റെക്കോർഡ് ചെയ്തു ഡിലീറ്റ് ആയിട്ട് പോയി. 2ാമത്തെ കാര്യം ഇന്ന് രാവിലെ തുടങ്ങി എടുക്കാൻ തുടങ്ങിയാണ്. എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടത് മീൻസ് മുഴുവനാക്കാൻ പറ്റുന്നില്ല, മനസ്സിലായി. ഇപ്പോൾ 4ാമത്തെ പ്രാവശ്യമാണ് ഞാൻ എടുക്കുന്നത്. നമുക്ക് നോക്കാം ഭഗവാനെ. ചില കാര്യങ്ങളിൽ നമ്മളുടെ കൺട്രോളിലല്ല. അപ്പോൾ ഈ റീഡിങ്ങും അതുപോലെ ആയിരിക്കും. എന്നാലും നമുക്ക് എടുത്ത് നോക്കാം. എന്നോട് ചോദിച്ചത് കൊണ്ട് ഞാൻ എടുക്കുകയാണ്. അപ്പോൾ ഒന്നാമത്തെ കാർഡ് പറയുന്നത് നമ്മളുടെ തെറ്റുകൾ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണം, അതിനുള്ള പ്രതിവിധി ചെയ്യണം എന്നാണ് ഒന്നാമത്തെ കാർഡ് പറയുന്നത്. 2ാമത്തെ കാർഡ് പറയുന്നത് നിങ്ങളൊരു പോസിറ്റീവ് ഔട്ട്ലുക്ക് വേണം, ഒരു പ്രത്യാശ ഉള്ളിലുണ്ടാവണം നിങ്ങളുടെ. മനസ്സിലായോ? കാര്യങ്ങളെല്ലാം പ്രശ്നങ്ങൾ മനസ്സിലാവുന്നുണ്ട് നിങ്ങൾക്ക്, പക്ഷേ മനസ്സിലായാൽ ആ പ്രശ്നങ്ങളിൽ തന്നെ നിൽക്കാതെ നിങ്ങൾ അതിനുള്ള സൊല്യൂഷൻസ് കണ്ടെത്താനുള്ള അതിലേക്ക് ആ വഴിയിലേക്ക് തിരിയണമെന്ന് പറയുന്നുണ്ട്. 3ാമത്തെ കാർഡ് പറയുന്നത് മൗണ്ടൻസ്, നിങ്ങൾ പർവ്വതങ്ങളെ പോലെ പ്രതിരോധിക്കാനുള്ള ശക്തി ആർജിക്കണമെന്നാണ് പറയുന്നത്. പ്രശ്നങ്ങൾ വരും, എല്ലാവരും ചെയ്ത് അത് കാണുമ്പോൾ, പ്രശ്നം കാണുമ്പോൾ ഓടുകയല്ല ചെയ്യേണ്ടത്, അതിനെ ഫേസ് ചെയ്യുക. മനസ്സിലായോ? അതാണ് ചെയ്യേണ്ടതെന്ന് പറയുന്നുണ്ട്. ഇപ്പം നമ്മൾ ആ ഒരു എന്താ പറയുക, ഒരു സിനിമയിൽ ഇങ്ങനെ എന്തോ ഒരു ഇരുട്ടത്ത് ഇരുട്ടിലേക്ക് നോക്കുമ്പോൾ ഒരു സാധനം ഇങ്ങനെ ആടുന്നു. അപ്പോൾ പ്രേതമാണെന്നാണ് വിചാരം. ഒരാൾക്ക് ബുദ്ധി തോന്നും, അയാൾ ചെന്നിട്ട് അത് നോക്കുമ്പോൾ അത് വാഴയില ആടുന്നതാണ്. പക്ഷെ അത് നമ്മൾ കണ്ടില്ല, നമ്മൾ അവിടെ നിന്ന് ഓടിപ്പോയി. മനസ്സിലായി? ഓടിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ എപ്പോഴും ആ പേടി ഉണ്ടാവും. പിന്നെ നമുക്ക് പുറത്തേക്ക് നോക്കാൻ പേടിയാവും. അപ്പം നമ്മൾ എന്തെങ്കിലും അങ്ങനെ ഒരു ഇത് കാണണമെങ്കിൽ അത് നമുക്ക് കൺഫേം ചെയ്യണം എന്താണ് എന്ന്. അപ്പോൾ അതോടെ നമ്മുടെ ഉള്ളിലെ പേടി മാറും. അതുപോലെയാണ്. അപ്പോൾ നമ്മൾ പ്രശ്നങ്ങളെ ഫേസ് ചെയ്യുക, അതിൽ നിന്ന് ഓടാൻ നിൽക്കരുത്. നമുക്ക് ഓറക്കിൾ ജിപ്സി ഓറക്കിളും കൂടെ നോക്കിയിട്ട് നമുക്ക് കാർഡ് നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ എനർജി എന്താണെന്ന് നോക്കാം ഭഗവാനെ. ഓം നമഃ ശിവായ. നിങ്ങളോട് എന്താണ് വാഴയുടെ കാര്യം പറഞ്ഞത്, നിങ്ങൾ എന്നും പറഞ്ഞിട്ട് കള്ളന്മാർ വല്ലതും പതിയിരിക്കുകയാണെങ്കിൽ കൺഫേം ചെയ്യാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങി പോകരുത്, വെറുതെ പണിയാവും കേട്ടോ. അപ്പോൾ അതൊക്കെ യുക്തിബോധമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്, യുക്തിപൂർവം ചെയ്യേണ്ട കാര്യങ്ങളാണ് ഭഗവാനെ. അപ്പം ദേവിയമ്മേ മഹാമായേ, ജിപ്സി ഓറക്കിൾസ് എന്താണ് പറയുന്നത് നിങ്ങളോട്, നിങ്ങളുടെ ജീവിതത്തിലുള്ള ആളുകൾ, ഇപ്പം നിങ്ങളുടെ കൂടെയുള്ളവർ. ഓക്കെ, ദേവിയമ്മേ മഹാമായേ. ഇതൊരു വെയിറ്റിംഗ്, നിങ്ങൾ ആർക്കോ വേണ്ടി വെയിറ്റ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങൾ ആരുടെയോ സ്വീറ്റ് ഹാർട്ടാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ സ്വീറ്റ് ഹാർട്ട് നിങ്ങൾ കൊടുത്ത മെസ്സേജ് റിസീവ് ചെയ്തിട്ടുണ്ട്. പിന്നെ 3ാമത്തത് ഗിഫ്റ്റ്. അപ്പം ചിലപ്പോൾ നിങ്ങളുടെ സ്വീറ്റ് ഹാർട്ട് നിങ്ങൾക്കൊരു ഗിഫ്റ്റ് തരുന്നുണ്ടാവാം. ഒരു വീട് കാണിക്കുന്നുണ്ട്,
ഒരു ഡോക്ടറെ കാണിക്കുന്നുണ്ട്, ഡോക്ടറും പേഷ്യൻറ്റിനെയും കാണിക്കുന്നുണ്ട്. പിന്നെ ഉള്ളതൊരു സോറോ ആണ്. ഇവിടെ 3 സ്ത്രീകളെ കാണിക്കുന്നുണ്ട്, 3 ഇമോഷൻസ് ആണ്. ഒരു സ്ത്രീ എന്തിനോ വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്. ഒരു സ്ത്രീ ആരോ അയച്ച കത്ത്, അതൊരു സ്വീറ്റ് ഹാർട്ടാണ്, ആരോ അയച്ച കത്ത് വായിക്കുകയാണ്. 3-മത്തെ സ്ത്രീ ഭയങ്കരമായ സങ്കടത്തിലാണ്. സോറി, ഇതിലേത് എനർജിയാണ് നിങ്ങളുടെ എന്ന് അറിയില്ല. അപ്പോൾ ഇത് 3 പേരുണ്ട് ഇവിടെ എന്തായാലും. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോൾ 2, നിങ്ങളെ കൂടാതെ വേറെ 2 പേരായിട്ട് കണക്ഷൻ ഉണ്ടാവാം. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വന്ന ഓറക്കിൾ കാർഡ്സ്. ഒരാൾക്ക് ഒരു രോഗിയായിരിക്കാം, ഒരാൾക്ക് ഗിഫ്റ്റ് കിട്ടുന്നുണ്ട്, മറ്റേ ആൾ വെറുതെ വെയിറ്റ് ചെയ്ത് സമയം കളയുകയാണെന്നും കൂടെ കാണിക്കുന്നുണ്ട് അവിടെ. നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ എനർജി കിങ് ഓഫ് കപ്സ്. കിങ് ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ വളരെ ഇമോഷണൽ, ഉള്ളിൽ മുഴുവൻ ഇങ്ങനെ കടലരമ്പുകയാണ് പേഴ്സൻ്റെ. പക്ഷേ പുറമെ ഭയങ്കര ശാന്തമായിട്ട്. ഇങ്ങനെയുള്ളവരുടെ പ്രത്യേകത എന്താണെന്നറിയാമോ? ഇവർ ചിലരെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? വെള്ളവടി എന്ന് പറഞ്ഞാൽ എക്സ്ട്രീമാണ്. നിങ്ങൾ കണ്ടു ആ പേഴ്സൺ എത്ര കപ്പാസിറ്റി ഉണ്ട് കുടിക്കാൻ. പക്ഷേ നടന്ന് നിങ്ങളുടെ അടുത്തേക്ക് വന്ന് സംസാരിക്കുകയാണെങ്കിൽ ഒരു ആട്ടമില്ല, ഒരു ഇതുമില്ല, വളരെ കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങളോടൊന്ന് സംസാരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് പണി കിട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അവർ കുടിച്ചു കഴിഞ്ഞാൽ അവർക്ക് തന്നെ ലിമിറ്റില്ല. കാരണം ബോഡി അത് റിയാക്ട് ചെയ്യുന്നില്ല, ഉള്ളിലേക്ക് ചെല്ലുന്നു, ലിവറൊക്കെ വേഗം അടിച്ചു പോകും. അങ്ങനത്തെ ഏകദേശം ഒരു എനർജിയാണ് ഈ കാണിക്കുന്നത്. ഈ പേഴ്സൺ പുറമെ ഭയങ്കര ശാന്തതയോടെ പെരുമാറുന്ന ആളാണെങ്കിലും ഉള്ളിൽ ഭയങ്കരമായ അശാന്തി വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു എനർജിയാണെന്നാണ് പറയുന്നത്. പ്രൊട്ടക്റ്റീവ് ആണ്, കെയറിങ് ആണ്, പക്ഷേ വളരെ സെൻസിറ്റീവാണ്. നമ്മൾ പറയുമ്പോൾ വേദന ഉണ്ടെങ്കിലും നമ്മളോട് വളരെ അധികം വിദ്വേഷം, നമ്മളെ ദേഷ്യമാണെങ്കിൽ അങ്ങേയറ്റം ദേഷ്യമായിരിക്കും. നമ്മളെ ഉപദ്രവിക്കാനും നമ്മളെ നശിപ്പിച്ച് കളയാനും മടിയില്ലാത്തൊരു എനർജിയാണ്. നമ്മളെ ചതിക്കാനും വഞ്ചിക്കാനും മടിയില്ല, അവരെ വേദനിപ്പിച്ചാൽ. മനസ്സിലായി? അങ്ങനത്തെ ഒരു എനർജിയാണിത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതുപോലെ തന്നെ നമ്മളെ ചിരിച്ചുകൊണ്ട് നമ്മളെ കഴുത്തിറക്കാൻ കപ്പാസിറ്റി ഉള്ള ഒരു എനർജിയാണിതെന്നാണ് പറയുന്നത്. ക്യാൻസർ, പൈസസ്, സ്കോർപ്പിയോ ആണ് അത് സോഡിയാക് സൈൻ. നമ്മൾക്കൊന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം എന്താണ് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി. ജഡ്ജ്മെൻറ്റ്. ഒരാളെ ജഡ്ജ് ചെയ്തോണ്ട് തീരുമാനം എടുത്തിട്ടില്ല. മനസ്സിലായോ? ഈ പേഴ്സൺ ഒരാളെ ഇനി വിധി നിർണയിക്കണം, അത്രയേ ഉള്ളൂ. അപ്പോൾ കേസ് വിസ്താരമെല്ലാം ഈ പേഴ്സൻ്റെ മനസ്സിൽ നടന്നു കഴിഞ്ഞു. വളരെ പ്ലാനിങ്ങോട് കൂടി ഒരു വിധി നിർണയിക്കണം, അത്രയേ ഉള്ളൂ ഈ പേഴ്സൺ. അതാണ് ഈ പേഴ്സൻ്റെ ഇപ്പോഴത്തെ എനർജി. വളരെ പ്ലാനിങ്ങോടുകൂടി ഒരു തീരുമാനമെടുക്കാൻ പോകുകയാണ് എന്തോ ഒരു സിറ്റുവേഷനെ കുറിച്ചിട്ട്. സ്കോർപ്പിയോ സോഡിയാക് സൈൻ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? ഭവാനി ദേവിയമ്മേ മഹാമായി. നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? കമ്മ്യൂണിക്കേഷൻ ഉണ്ട് നിങ്ങൾ, പക്ഷെ വിശ്വാസമില്ല. 2 പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വിശ്വാസമില്ല. അതുപോലെ തന്നെ ഈ റിലേഷൻഷിപ്പിൽ ഒരു ഡയറക്ഷനല്ല. ഇത് എന്താണ്, ഇത് എങ്ങോട്ടാണ് പോകുന്നതെന്ന് നിങ്ങൾക്കൊരു പിടുത്തവുമില്ലെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഒരാൾ സ്നേഹത്തിൻ്റെ കപ്പും ഈ റിലേഷൻഷിപ്പിൽ നിന്നുള്ള ഈ പേഴ്സണൽ ഹൃദയം പുറത്തേക്ക് എടുത്തിട്ട് മീൻസ് നിങ്ങൾക്ക് തന്നിട്ടുള്ള ആ ഹൃദയം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്തേക്ക് എന്ന് വെച്ചാൽ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ബ്രേക്ക് ചെയ്തിട്ട് ഈ കപ്പുമായിട്ട് ഈ പേഴ്സൺ പുറത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഈ പേഴ്സൺ ഒരു ഫ്ലേർട്ടല്ല, റിലേഷൻഷിപ്പ് അന്വേഷിച്ച് നടക്കുന്ന ആളോ മറ്റുള്ളവരോ ആയിട്ട് ഉഴപ്പുന്ന ഒരു എനർജി അല്ല. പക്ഷേ ഈ പേഴ്സൻ്റെ സിറ്റുവേഷൻ ഈ പേഴ്സണെ അങ്ങനെ ഒരാളാക്കി മാറ്റി എന്നാണ് ഈ സിറ്റുവേഷൻ പറയുന്നത്. നിങ്ങളാവാം, നിങ്ങളുടെ പേഴ്സൺ ആവാം, അറിയില്ല. എന്തായാലും ഇവിടെ ഒരു അന്വേഷണം നടക്കുന്നുണ്ട്, പുറത്തേക്ക് പോകുന്നുണ്ട്, അല്ലെങ്കിൽ പുറത്തേക്ക് കംപ്ലീറ്റ് ആയിട്ട് പോകാനുള്ള ഒരു പ്ലാൻ ചെയ്യുന്നേ ഉള്ളൂ. പോകാനായിട്ട് കംപ്ലീറ്റ് ആയിട്ട് റിലേഷൻഷിപ്പിൽ നിന്ന് ഇറങ്ങിപ്പോകാനുള്ള ഒരു പ്ലാനിങ് ആണ് നടക്കുന്നത്. നിങ്ങൾക്കിത് വല്ലതും അറിയാമോ? ഇവിടെ നിങ്ങൾ ഈ പേഴ്സണെ സംശയിക്കുന്നുണ്ട്, തേർഡ് പാർട്ടി കണക്ഷൻ ഉണ്ട്. പക്ഷെ ആ തേർഡ് പാർട്ടി കണക്ഷൻ ഒഴിവാക്കാൻ നിങ്ങൾ നോക്കുന്നുണ്ട്. പക്ഷേ ഈ പേഴ്സൺ തേർഡ് പാർട്ടിയോട് എത്ര അറ്റാച്ച്ഡ് ആണ് എന്നത് നിങ്ങൾക്കറിയാമോ? എന്തുകൊണ്ടാണ് ഈ പേഴ്സൺ തേർഡ് പാർട്ടി കണക്ഷനിലേക്ക് പോയത് എന്നത് നിങ്ങൾക്കറിയാമോ?
എന്താണ് ഈ പേഴ്സണെ പ്രേരിപ്പിച്ചത്? ഒരു തേർഡ് പാർട്ടിയുമായിട്ടൊരു റിലേഷൻഷിപ്പ് തുടങ്ങാൻ എന്താണ് പ്രേരിപ്പിച്ചതെന്ന് അറിയാമോ? എന്തായാലും ഈ പേഴ്സൺ കോൺസ്റ്റന്റ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട് തേർഡ് പാർട്ടിയായിട്ട്, നിങ്ങളുമായിട്ടും കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ചിരിച്ചുകൊണ്ട് കഴുത്തിറക്കാൻ പറ്റുന്ന ആളാണ്. അപ്പം നിങ്ങൾക്ക് ഈ പേഴ്സണിൻ്റെ ഉദ്ദേശം മനസ്സിലായിട്ടില്ല. നിങ്ങളോട് വളരെ കൂളായിട്ട് പെരുമാറുന്ന ഒരു എനർജിയാണ്. നിങ്ങൾ വളരെ സംശയദൃഷ്ടിയോടെയാണ് ഈ പേഴ്സൺ നോക്കുന്നത്. ഈ പേഴ്സണെ നോക്കുന്നത്. നിങ്ങൾ ഈ പേഴ്സണെ മൊബൈൽ ചെക്ക് ചെയ്യുന്നു, ഇമെയിൽ ചെക്ക് ചെയ്യുന്നു, ഫോൺ വരുമ്പോൾ നിങ്ങൾ ഒളിഞ്ഞു നിൽക്ക് കേൾക്കുന്നു, ആരോടാണ് സംസാരിക്കുന്നത്, ചിലപ്പോൾ ഫ്രണ്ട്സിനോട് സംസാരിക്കുന്നു. ആകെ മൊത്തം നിങ്ങൾ ഈ പേഴ്സണെ കുറിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതിനിടെ ഈ പേഴ്സൺ നിങ്ങളുടെ കയ്യിൽ നിന്ന് ചാടിപ്പോവാൻ നോക്കുകയാണ്. 1 2 3 ഇതൊരു കുറച്ചൊരു സീരിയസ് ആയ ഒരു എനർജിയാണ്. ഈ കിങ് ഓഫ് കപ്സ് നൈറ്റ് ഓഫ് കപ്സ് ആയിട്ട് മാറുകയാണ്. മെച്യൂരിറ്റി മാറിയിട്ട്, നിങ്ങൾക്ക് പിള്ളേരൊക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്, മെച്യൂരിറ്റി മാറിയിട്ട് വളരെ ഇമ്മച്യൂർഡായിട്ട് പെരുമാറാൻ പോവുകയാണ്, ഇമോഷണലായിട്ട് പെരുമാറാൻ പോവുകയാണ് ഈ പേഴ്സൺ കേട്ടോ. അപ്പോൾ അതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഹൈ പ്രീസ്റ്റസ്, ലവേഴ്സ്, നിങ്ങളുടെ വേർത്ത് മനസ്സിലാക്കണമെന്ന് പറയുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സണെ നിങ്ങൾ ഒരു പണം കൊയ്യാനുള്ള ഒരു ഉപകരണമായിട്ട് കാണരുത്. കാരണം നിങ്ങൾ കൂടുതലും പണത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാൾ. നിങ്ങൾ സ്പിരിച്വൽ അല്ല അധികം. അതുകൊണ്ടാണ് ഇവിടെ ഒരു സ്പിരിച്വൽ കാർഡ് കണ്ടത്. ദൈവത്തിനോട് കണക്ഷൻ വെക്കണം, ഫ്രീക്വൻസി കറക്റ്റ് ആവണമെന്ന് കാണിച്ചത്. കാരണം നിങ്ങൾ കുറച്ച് ഓവർ സ്മാർട്ടായിട്ട് പെരുമാറുന്നുണ്ട്, മനസ്സിലായോ? അതുകൊണ്ടാണ് ചില സമയത്ത് നമ്മൾ കള്ളത്തരം ചെയ്യുമ്പോൾ നമ്മൾ പിടിക്കപ്പെടുന്നില്ല. അപ്പോൾ നമ്മൾക്ക് കുറച്ച് അഹങ്കാരം കൂടും. അങ്ങനെ പല നാൾ കള്ളം ഒരു നാൾ പിടിക്കപ്പെടുന്നതാണ്. അപ്പോൾ ഈ പല നാൾ കള്ളം ചെയ്യുമ്പോൾ നമ്മൾ പിടിക്കപ്പെടുന്നില്ല. അപ്പം നമ്മളുടെ കോൺഫിഡൻസ് വളരുകയാണ് ചെയ്യുന്നത്. അപ്പം നിങ്ങളുടേത് ആ ഒരു സിറ്റുവേഷനിലാണ്. നിങ്ങൾ എപ്പോഴും രക്ഷപ്പെട്ടു പോകുന്നു. നിങ്ങൾ എന്ത് കള്ളമാണ് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. അപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ തേർഡ് പാർട്ടി കണക്ഷൻ ഉണ്ടാവും. പക്ഷേ ഈ പേഴ്സണെയാണ് നിങ്ങൾ കുത്തി നോവിക്കുന്നത്. തേർഡ് പാർട്ടി കണക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്കും ഉണ്ടാവാം തേർഡ് പാർട്ടി കണക്ഷൻ. പക്ഷെ നിങ്ങൾ ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകാതെ വെറുതെ ഉഴപ്പെന്ന് മാത്രമേ ഉണ്ടാവുള്ളായിരിക്കും. മനസ്സിലാവുണ്ടോ? അപ്പോൾ അതും തേർഡ് പാർട്ടി കണക്ഷൻ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ മനോനില മനസ്സിലായിട്ടില്ല എന്ന് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പേഴ്സൺ പ്രതികരിക്കാതിരിക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ പിടിക്കപ്പെട്ടു എന്ന് നിങ്ങൾ പേടിക്കുന്ന സിറ്റുവേഷനിൽ ഈ പേഴ്സൺ നിങ്ങളൊന്നും പറയുന്നില്ല, അറിയാത്ത മട്ടിൽ നിൽക്കുകയാണ്. അപ്പം നിങ്ങൾ വിചാരിക്കുന്നത് ഈ പേഴ്സണ് മനസ്സിലായിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ കോൺഫിഡൻസ് കൂടുകയാണ് ചെയ്യണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ മാറ്റണം. നിങ്ങളുടെ ഈ ഓവർ കോൺഫിഡൻസ് നിങ്ങൾ കൺട്രോളിൽ വെക്കുക. മനസ്സിലായോ? നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ കംപ്ലീറ്റ് കൺട്രോളിലാണെന്ന് നിങ്ങളുടെ തെറ്റിദ്ധാരണ ആണ്. ഈ പേഴ്സൺ നിങ്ങളുടെ കൺട്രോളിലല്ല. എപ്പോഴും നമ്മൾ അടിച്ചമർത്തുന്നവർ ഒരു നാൾ നമ്മൾക്കെതിരെ തിരിയും. അതേ സിറ്റുവേഷൻ ചെറിയൊരു ലെവലിൽ നിങ്ങളുടെ ഫാമിലിയിൽ കാണിക്കുന്നു എന്ന് മാത്രം. നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങൾക്ക് എതിരായിട്ട് തിരിഞ്ഞിരിക്കുകയാണ്. പക്ഷെ നിങ്ങൾക്കത് മനസ്സിലായിട്ടില്ല. നിങ്ങളൊരു തേർഡ് പാർട്ടി കണക്ഷൻ കാണുന്നുണ്ട്, പക്ഷേ അതൊന്നും വലിയ കാര്യമൊന്നുമില്ല എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്. പക്ഷേ ഈ പേഴ്സൻ്റെ ഫ്യൂച്ചർ പ്ലാനൊന്നും നിങ്ങൾക്ക് പിടുത്തം കിട്ടില്ല. നിങ്ങളിവിടെ ഈ പേഴ്സണെ ഇതിൽ നിന്ന് എങ്ങനെ ഒഴിവാക്കി കൊണ്ടുവരാമെന്നാണ് ആലോചിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് കുറേ പണി ചെയ്യാനുണ്ട്. കുറച്ച് സ്പിരിച്വൽ ആകണം, ദൈവമായിട്ട് കണക്ട് ചെയ്യണം എന്ന് ദൈവം ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ലവേഴ്സ് ആവണം. മനസ്സിലാവും? നിങ്ങൾ ഒരു പണം കായ്ക്കുന്ന ഒരു മരമായിട്ടാണ് നിങ്ങളുടെ പേഴ്സൺ, സ്ത്രീ ആയാലും പുരുഷനായാലും ആ പേഴ്സണെ നിങ്ങൾ കാണുന്നതെന്നാണ് പറയുന്നത്. കാരണം നിങ്ങൾക്ക് ലാവിഷായിട്ടുള്ള ജീവിതം വേണം, അതിന് പണം കൊണ്ടുവരണം. ഈ പേഴ്സൺ നന്നായിട്ട് അധ്വാനിച്ച് ഇഷ്ടംപോലെ പണം ഉണ്ടാക്കുന്ന ഒരാളാണ്. അപ്പോൾ അയാൾക്ക് അത്രയും വിലയെ നിങ്ങൾ കൊടുത്തുള്ള, സ്ത്രീ ആയാലും പുരുഷനായാലും കേട്ടോ. അപ്പോൾ നിങ്ങൾ കുറച്ചും കൂടെ പാഷനേറ്റായിട്ട് പെരുമാറണം എന്ന് പറയുന്നുണ്ട്. റിലേഷൻഷിപ്പിൽ വെറും ഭൗതികമായ ഒരു റിലേഷൻഷിപ്പാണ് നിങ്ങൾക്ക് ഈ പേഴ്സണോട്. കുട്ടികളുണ്ടായിരിക്കാം, പിന്നെ ഭക്ഷണമുണ്ട്, എല്ലാമുണ്ട്. പക്ഷേ ഒരു സ്പിരിച്വൽ കണക്ഷൻ, ഒരു എമോഷണൽ കണക്ഷൻ നിങ്ങൾക്ക് ഈ പേഴ്സണായിട്ടില്ല. അത് വളർത്തി കൊണ്ടുവരണം എന്ന് പറയുന്നുണ്ട്. ഒരു പാഷനറ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് വേണമെന്ന് പറയുന്നുണ്ട്. കോൺഫ്ലിക്റ്റ് അവോയ്ഡ് ചെയ്യണം. നിങ്ങൾ തൊട്ടതിനും പിടിച്ചതിനും എല്ലാമുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന സ്വഭാവം മാറ്റണമെന്ന് പറയുന്നുണ്ട്. ഫിനാൻഷ്യൽ ലോസ് വരുമ്പോൾ ഈ പേഴ്സണ് ചിലപ്പോൾ ബിസിനസ് ആയിരിക്കും, ചിലപ്പോൾ പ്രോഫിറ്റ് ഉണ്ടാവും, ചിലപ്പോൾ ലോസ് ഉണ്ടാവും. പ്രോഫിറ്റ് ഉണ്ടാവുമ്പോൾ നിങ്ങൾ ഭയങ്കരമായിട്ട് ആഹ്ലാദിക്കും. ലോസ് വരുമ്പോൾ നിങ്ങൾ അതുപോലെ തന്നെ ദേഷ്യം വരികയും ചെയ്യും. ഈ പേഴ്സണെ ഭയങ്കരമായിട്ട് ഇൻസൾട്ട് ചെയ്യുകയും ചെയ്യും.
വേദനിപ്പിക്കുകയും ചെയ്യുന്നത്. അതെല്ലാം മാറണം. മനസ്സിലായോ? അതാണ് നിങ്ങളുടെ സ്വഭാവത്തിന് കുറച്ച് കൺട്രോളിൽ വെക്കണമെന്ന് യൂണിവേഴ്സ് പറയുന്നുണ്ട്. നിങ്ങളുടെ സ്വഭാവം ഔട്ട് ഓഫ് കൺട്രോളാണ്. മനസ്സിലായോ? ഇയാൾ എവിടെ പോകാനായിട്ട്, ഇയാൾ ആരെ സ്വീകരിക്കാനാണെന്നൊരു മെൻറ്റാലിറ്റി നിങ്ങൾക്കുണ്ട്. മനസ്സിലാവുണ്ടോ? അത് നിങ്ങൾ മാറ്റണമെന്ന് യൂണിവേഴ്സ് പറയുന്നുണ്ട്. കാരണം അടുത്ത സ്റ്റെപ്പ് ഈ പേഴ്സൺ ചെയ്യാൻ പോകുന്ന കാര്യം നിങ്ങൾക്ക് ഭയങ്കരമായ ഇൻസൾട്ട് ആവാൻ പോവുകയാണ്. നിങ്ങൾക്ക് ഭയങ്കര ഒരു വെല്ലുവിളി പോലെ ആവും. മനസ്സിലായോ? അതിലേക്കാണ് പോകുന്നത് റിലേഷൻഷിപ്പ്. അപ്പം നിങ്ങൾ ഈ വ്യത്യാസങ്ങൾ വരുത്തിയാൽ മാത്രമേ തേർഡ് പാർട്ടിയെ നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ ഈ വ്യത്യാസങ്ങൾ വരുത്തിയാൽ തേർഡ് പാർട്ടിയെ ഒഴിവാക്കാനുള്ള ഒരു വിധത്തിലുള്ള, പക്ഷെ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകണം നിങ്ങളുടെ ഉള്ളിലുള്ള തെറ്റുകൾ. അതുകൊണ്ടാണ് യൂണിവേഴ്സ് പറഞ്ഞത് നിങ്ങൾ ചെയ്യുന്ന തെറ്റുകൾ നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യണം. അതുപോലെ തന്നെ അത് പ്രായശ്ചിത്തം ചെയ്യണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ചെയ്താൽ മാത്രമേ തേർഡ് പാർട്ടിയെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് നിങ്ങളുടെ പേഴ്സണൽ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പം നിങ്ങളുടെ കയ്യിലാണ്. നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം വ്യത്യാസങ്ങൾ വരുത്താനുണ്ടെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. വെർഗോ, പൈസസ്, ജെമിനായി, നമ്മൾ തെറ്റ് ചെയ്യുന്നു എന്ന് ആക്സെപ്റ്റ് ചെയ്യുകയാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം. ആക്ച്വലി നമുക്ക് മറ്റുള്ളവരാണ് തെറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞ് സമാധാനിക്കാനാണ് ഇഷ്ടം. അവിടെയാണ് പ്രശ്നം. ലിയോ, സ്കോർപിയോ, ഇത്രയുമാണ് സോഡിയാക് സൈൻ നമ്മളിവിടെ കണ്ടത്. ഇനി നമ്മൾ രണ്ടാമത്തെ റീഡിങ്ങിലേക്കാണ് പോകുന്നത്. ഭവാനി, ഓക്കെ. അപ്പോൾ രണ്ടാമത്തെ റീഡിങ്ങിലേക്ക് നമുക്ക് പോവാം. നമഃ ശിവായ. ഓക്കെ, അപ്പം നമുക്ക് ഓറക്കൽ മെസ്സേജ് ചോദിക്കാം. ഭഗവാനെ, ഓം നമഃ ശിവായ, 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 ഓം നമഃ ശിവായ. ഭഗവാനെ, കറക്റ്റായ ഓറക്കൽ മെസ്സേജ് ആണ് ഭഗവാനെ. രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്കുള്ള ഓറക്കൽ മെസ്സേജസ് ആണ് ഭഗവാനെ. നിങ്ങൾക്കുള്ള കാർഡ് വരാൻ പോകുന്നുണ്ട് ഭഗവാനെ. വരുന്നില്ലേ? കണ്ടോ കാർഡ്? ഭഗവാനെ, കുറച്ച് ബുദ്ധിമുട്ടുള്ള സിറ്റുവേഷൻ ആണെന്ന് തോന്നുന്നു. ഓക്കെ, ഒരു കാർഡ് മാത്രമാണ് വന്നത്. ഈശോയെ, ഞാൻ വിചാരിച്ചെല്ലാം കൂടെ തകിടം മറിഞ്ഞ് വീണു. അല്ല, ഒന്നല്ല, 2 കാർഡ്സ് വന്നിട്ടുണ്ട്. ഒന്നാമത്തെ കാർഡ് പോസിറ്റീവ് ഔട്ട്ലുക്ക് വെക്കണം. എല്ലാത്തിനെക്കുറിച്ച് ഒരു ശുഭാപ്തി വിശ്വാസം. ഇന്ന് ചീത്തയാണെങ്കിൽ നാളെ നല്ലതായിരിക്കും, അല്ലെങ്കിൽ ഇപ്പോൾ ചീത്തയാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നന്നാവും, നല്ല സമയം വരും എന്നൊരു വിശ്വാസം നമ്മളുടെ ഉള്ളിൽ വേണം. അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും പ്രശ്നങ്ങൾക്കുള്ള സൊല്യൂഷൻസ് അന്വേഷിച്ച് നടക്കുക. ചിലർ പ്രശ്നങ്ങൾ അന്വേഷിച്ച് നടക്കും. ചിലർക്ക് ഡ്രാമ ഭയങ്കര ഇഷ്ടമാണ്. കണ്ടിട്ടില്ലേ? റോട്ടിലൊക്കെ വന്ന് ഇടിയൊക്കെ ഉണ്ടാകുമ്പോൾ ആൾക്കാർ നോക്കി നിന്ന് എൻജോയ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ? മനസ്സിലായി? അത് ഡ്രാമ ഇഷ്ടപ്പെടുന്നവരാണ്. അവരുടെ ജീവിതത്തിൽ ഇഷ്ടംപോലെ ഡ്രാമ വരും. മനസ്സിലായി? ദുഃഖങ്ങളായിട്ടും പലതരം ഡ്രാമകൾ അവരുടെ ജീവിതത്തിൽ വരും. അപ്പോൾ അങ്ങനെ ഇവിടെ സൊല്യൂഷൻസ് കാണുക. നമ്മൾ ഡ്രാമ വേണമെന്ന് ആഗ്രഹിച്ചാൽ നമ്മളുടെ ജീവിതം മുഴുവൻ ഡ്രാമയാവും. മനസ്സിലായോ? അടിപിടി, വഴക്ക് അതാവും. അതല്ല, എനിക്ക് ഡ്രാമ വേണ്ട ഭഗവാനെ, എനിക്ക് പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻ തന്നാൽ മതി എന്ന് പ്രാർത്ഥിച്ചാൽ സൊല്യൂഷൻ വന്നോളൂ ഓട്ടോമാറ്റിക്കലി. പിന്നെ ക്ഷമ വേണമെന്ന് പറയുന്നുണ്ട്. ക്ഷമ പ്രാക്ടീസ് ചെയ്യുക. ക്ഷമ പ്രാക്ടീസ് ചെയ്യണം. കാരണം എല്ലാവർക്കും ഈ പറയുന്നവരെല്ലാം ഞാൻ ഭയങ്കര ക്ഷമയുള്ള ആളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് ക്ഷമയില്ല എന്ന് 2 പ്രാവശ്യം പറഞ്ഞാൽ എനിക്ക് ക്ഷമയില്ലേ അപ്പം തന്നെ തിരിയും. അതാണ് ക്ഷമയുണ്ടെന്ന് പറയുന്നവരുടെ പ്രത്യേകത. ഓക്കെ, അപ്പോൾ
ഓറക്കൽ മെസ്സേജ്, ജിപ്സി ഓറക്കൽ മെസ്സേജസ് നമുക്കിത് നോക്കാം. നിങ്ങൾക്ക് വേണ്ട കാർഡ്സ് ഇവിടെ ഓൾറെഡി വീണു. കോൺവെർസേഷൻ, റിയൂണിയൻ, ഫോർച്യൂൺ. അപ്പോൾ ഇവിടെ ഒരു റിയൂണിയൻ്റെ പോസിബിലിറ്റി ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഗോസിപ്പ് പറയുന്നുണ്ട്. നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ നിങ്ങളോട് വല്ലതൊക്കെ പറയുന്നുണ്ടാവോ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച്. അതിൽ നല്ല ഫ്രണ്ട്സ് ഏതാണ്, ചീത്ത ഫ്രണ്ട്സ് ഏതാണ്, നിങ്ങളോട് അസൂയുള്ള ഫ്രണ്ട്സ് ഏതാണ്, നിങ്ങളോട് അനുകമ്പയുള്ള ഫ്രണ്ട്സ് ഏതാണ് എന്ന് തിരിച്ചറിയുക. അവരുടെ വാക്കുകൾ മാത്രം സീരിയസ് ആയിട്ട് എടുക്കുക. റിയൂണിയൻ പറയുന്നുണ്ട്, ഒരു റീകൺസിലിയേഷൻ വരുന്നുണ്ട്, ഗുഡ് ഫോർച്യൂൺ, ഇഷ്ടംപോലെ പണം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട്, നല്ലതാണ്. നിങ്ങളുടെ പേഴ്സണിൻ്റെ ഇപ്പോഴത്തെ എനർജി എന്താണെന്ന് നോക്കാം. 2 ഓഫ് പെൻറ്റക്കിൾസ്. ഈ പേഴ്സൺ തീരുമാനമെടുത്തിട്ടില്ല എന്തോ ഒരു സിറ്റുവേഷനെ കുറിച്ചിട്ട്. മറിച്ചും തിരിച്ചും എല്ലാം ഇട്ട് കണക്ക് കൂട്ടി നിൽക്കുന്ന ഒരാളാണ്. എന്ത് ചെയ്യണം, ഏത് ചൂസ് ചെയ്യണം, അപ്പം രണ്ടും കൂടെ കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് ബോധമുള്ള ഒരു എനർജിയാണ്. ഈ പെൻറ്റക്കിൾസിൽ ഏത് ഞാൻ ചൂസ് ചെയ്യണം അന്ന് വളരെ സീരിയസ് ആയിട്ട് ആലോചിക്കുന്ന ഒരാളാണ്. തീരുമാനം എടുത്തിട്ടില്ല. രണ്ടും കൂടെ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്നൊരു തീരുമാനമുണ്ട്. അതുകൊണ്ടാണ് ഒരെണ്ണം ഉപേക്ഷിക്കാൻ വേണ്ടി ഈ പേഴ്സൺ അളന്ന് തൂക്കി നോക്കുന്നത്. വളരെ കാൽക്കുലേറ്റീവായ എനർജിയാണ്. ഉപയോഗമില്ലാത്ത സാധനത്തിനെ തള്ളി ഉപയോഗമുള്ള സാധനം മാത്രം വയ്ക്കുന്ന ഒരു എനർജിയാണ്. സൂക്ഷിക്കുക. നമുക്കിതൊന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം. അത് ടോറസ്, വെർഗോ, കാപ്രിക്കോൺ ആണ്. ഈ ഒരു ഉപയോഗമില്ലാത്ത സാധനങ്ങളെ പിന്നെയും കൂടെ വെച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ഉണ്ട്. പക്ഷെ ഒരു ഉപയോഗമില്ലാത്ത സാധനം എന്ന് പറയുമ്പോൾ ആക്രിക്കാർക്ക് എടുത്തു കൊടുക്കുന്ന ആളുകളുണ്ട്, വലിച്ചെറിയുന്ന ആളുകളുണ്ട്, പലതരത്തിലുള്ള ആളുകളാണ്. അപ്പോൾ നമ്മളെപ്പോഴും ഒരാളെ നമ്മളുടെ ജീവിതത്തിൽ വേണമെന്ന് വിചാരിച്ചാൽ നമ്മൾ അവർക്ക് ഉപയോഗം വേണം. അതുപോലെ തന്നെ റെസ്പെക്റ്റും വേണം. ഒരു ഡോർമാറ്റ് പോലെ അവർക്ക് ചവിട്ടി മെതിച്ച് പോകാനുള്ള ഒരു ഉപകരണമായി നമ്മൾ മാറിയാൽ അവിടെ റെസ്പെക്റ്റ് ഇല്ല. അപ്പോഴും അവർക്ക് നമ്മളുടെ ആവശ്യമില്ല. മനസ്സിലാവട്ടോ? അപ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിച്ച് വേണം റിലേഷൻഷിപ്പിൽ നിൽക്കാൻ. ഇവിടെ 8 ഓഫ് വാൻസ് റിവേഴ്സ്, 9 ഓഫ് കപ്സ് റിവേഴ്സാണ്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ഈ പേഴ്സൺ ജഡ്ജ് ചെയ്യുന്നത്, തീരുമാനിക്കുന്നത് ആരെയാണ് ചൂസ് ചെയ്യേണ്ടതെന്ന്? ഒന്നാമത്തത് കമ്മ്യൂണിക്കേഷനിലിരിക്കുന്നവർ, പോസിറ്റീവ് കമ്മ്യൂണിക്കേഷൻ, പോസിറ്റീവായിട്ട് സംസാരിക്കുന്ന, മോട്ടിവേഷൻ ചെയ്യാൻ പറ്റുന്ന ഒരാൾ. രണ്ടാമത്തത് എങ്ങനെയാണോ ആഗ്രഹിച്ച പോലെയുള്ള ഒരു എനർജി. ഈ പേഴ്സൻ്റെ മനസ്സിലൊരു എനർജി ഉണ്ട്, അതേപോലത്തെ എനർജിയാണ് ഈ പേഴ്സണ് വേണ്ടത്. ഒരാൾ, ഈ പേഴ്സൻ്റെ ലൈഫിലുള്ള ആൾ അല്ലെങ്കിൽ ഇപ്പോൾ കണ്ടുപിടിച്ചേക്കുന്ന ആൾ അതുപോലത്തെ അല്ലെങ്കിൽ അതിനെ ഉപേക്ഷിക്കും. അങ്ങനെയാണ് ഈ പേഴ്സൺ ഡിസൈഡ് ചെയ്യാൻ പോകുന്നത് ആരെ വേണമെന്ന്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യം ചോദിക്കാം. നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? പണ്ടത്തെ കാലമല്ല, ആരും ആരോടും അഡ്ജസ്റ്റ് ചെയ്യാൻ റെഡിയല്ല. ഓപ്ഷൻസ് ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ നമ്മൾ കോംപ്രമൈസ് ചെയ്യുന്നത് എന്തിനാണ് എന്നാണ് ഓരോരുത്തർ ചിന്തിക്കുന്നത്. അപ്പോൾ നമ്മളത് വളരെ പ്രാക്ടിക്കലായിട്ട് എടുക്കുക. ഓക്കെ, ഒരാൾക്ക് നമ്മളെ വേണ്ടെങ്കിൽ പിന്നെ നമ്മൾ അതിൻ്റെ പുറകെ നടന്നിട്ട് കാര്യം. നമ്മൾ വേറെ ആരെങ്കിലും ചൂസ് ചെയ്യുക. നമ്മളുടെ ജീവിതം മുമ്പോട്ട് പോകണ്ടേ? അങ്ങനെ അതാണ് ഇപ്പോഴത്തെ കാലം. മനസ്സിലായോ? അത് മനസ്സിലാക്കി പെരുമാറുക. ഹെർമിറ്റ്, പിന്നെ ക്വീൻ ഓഫ് സ്വേർഡ്സ്, ഡെത്ത് കാർഡ് ഉണ്ട് ഇവിടെ, സ്കോർപിയോ, വെർഗോ, പിന്നെയും സ്കോർപിയോ, ജഡ്ജ്മെൻറ്റ് കാർഡ്, പിന്നെ ഉള്ളത് ജെമിനായി, മജീഷ്യനാണ്, തിരിച്ചാണ് വന്നത്, റിവേഴ്സാണ് വന്നിരിക്കുന്നത്. ഇവിടെ ഭയങ്കരമായ മാനിപ്പുലേഷൻ നടക്കുന്നുണ്ട്. ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ട് എന്നൊരു തോന്നൽ, പൊലിപ്പിച്ച് കാണിക്കുന്ന ഒരു സ്വഭാവം. മനസ്സിലായോ? അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യം ഇവിടെ കാണിക്കുന്നുണ്ട്. ആരോ ഇവിടെ ഭയങ്കരമായിട്ട് അഭിനയിച്ച് മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന പോലെ കാണിക്കുന്നുണ്ട്. ഉള്ളിലൊന്നുമില്ല, പൊള്ളയാണ്. പക്ഷേ പുറമെ ഭയങ്കരമായ സ്നേഹം, ഭയങ്കരമായ സംസാരം, ഭയങ്കരമായ എന്താ പറയുക, പ്രീതിപ്പെടുത്താൻ ശ്രമിക്കുന്ന ഒരു എനർജി ഇവിടെ ഉണ്ടെന്നാണ് പറയുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ.
അപ്പോൾ ഭയങ്കര മാനിപ്പുലേഷനായിട്ട് തോന്നുന്നു, ഒരു ഫേക്കായ ഒരു സിറ്റുവേഷനാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ളതെന്നാണ്. അത് ഒരു എനർജി ഇവിടെ ഓവർലി ഇമോഷണലായ ഒരു എനർജി ഉണ്ട്. പെട്ടെന്ന് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന, മറ്റുള്ളവർക്കും നിങ്ങളുടെ പേഴ്സണൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു എനർജി ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇൻഫ്ലുവൻസ്, നിങ്ങൾ വിചാരിക്കുന്ന വഴിക്ക് കാര്യങ്ങൾ പോയില്ലെങ്കിൽ നിങ്ങളുടെ സ്വഭാവം അപ്പോഴേ മാറും. നിങ്ങൾക്ക് പിന്നെ ദേഷ്യമായി, വൈരാഗ്യമായി, ചീത്തവിളിയായി അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്ക് പോകുമെന്നാണ് പറയുന്നത്. നിങ്ങൾ ഭയങ്കര കോൾഡ് ഹാർട്ടഡ് ആയിട്ട് മാറും. മനസ്സിലായോ? അപ്പോൾ ഇമോഷൻസ് ഒന്നുമില്ല അവിടെ, നിങ്ങളുടെ സ്വാർത്ഥത മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരു എനർജിയാണ് ഈ റിലേഷൻഷിപ്പിൽ കൂടുതലായിട്ടുള്ളത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് അകന്നു പോകാനാണ് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. നിങ്ങളാവാം, നിങ്ങളുടെ ലൈഫിലുള്ള വേറെ ആരുടെയെങ്കിലും എനർജി ആവാം. എന്തായാലും ഈ സിറ്റുവേഷനോട് അവസാനം നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ സ്നേഹത്തിൻ്റെ ഒരു കാർഡ് പോലും ഇല്ല. മനസ്സിലായോ? ഈ പേഴ്സൺ നിങ്ങൾക്കൊന്നും തരാനും ആഗ്രഹിക്കുന്നില്ല. അന്തിമമായ തീരുമാനം എടുക്കാനുള്ള ഒരു പ്ലാനാണ് ഈ പേഴ്സൺ ഉള്ളത്. കാരണം ഈ പേഴ്സൺ ഓക്കെ, ചിലർ റിലേഷൻഷിപ്പിൽ പോകുമ്പോൾ അവരുടെ ഭർത്താവിന് ഇഷ്ടത്തിനനുസരിച്ച് മാത്രമേ പ്രവർത്തിക്കുള്ളൂ. അത് ഭർത്താവിൻ്റെ കൂടെ ഉള്ളപ്പോൾ, അത് ഭാര്യയുടെ ഇഷ്ടത്തിന് മാത്രമേ പ്രവർത്തിക്കുള്ളൂ. അത് ഭാര്യയുടെ കൂടെ ആകുമ്പോൾ, ഭാര്യ അടുത്തില്ലെങ്കിൽ ഈ പേഴ്സൺ ഭാര്യയ്ക്ക് ഇഷ്ടമില്ലാത്ത, ഈ പേഴ്സൺ ഇഷ്ടമുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യും. ഭാര്യയുടെ മുമ്പിൽ ഈ പേഴ്സൺ ഇഷ്ടമുള്ള കാര്യങ്ങളൊന്നും ഈ പേഴ്സൺ ചെയ്യില്ല. എല്ലാം ഭാര്യയുടെ ഇഷ്ടം അല്ലെങ്കിൽ ഭർത്താവിൻ്റെ ഇഷ്ടം, അങ്ങനത്തെ ഒരു എനർജി. അപ്പോൾ ഇത് ഭർത്താവ് തിരിച്ചറിയുക അല്ലെങ്കിൽ ഭാര്യ തിരിച്ചറിയും ഒരു ദിവസം. അപ്പോഴാണ് പ്രശ്നമാവാൻ പോകുന്നത്. ഈ കാണിച്ചതെല്ലാം അഭിനയമാണ്, ഇതല്ല ഇവരുടെ ശരിക്കുള്ള സ്വഭാവം എന്നൊരു തിരിച്ചറിയൽ വരില്ലേ? അപ്പോഴാണ് ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഉണ്ടാവാൻ പോകുന്നത്. അപ്പോൾ വെർഗോ, സ്കോർപിയോ, ജെമിനായി, ഇത്രയും സോഡിയക് സൈനാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങളുടെ സിറ്റുവേഷൻ എന്നാണ് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ തേർഡ് പാർട്ടി റിലേഷൻഷിപ്പ് ഒഴിവാക്കിയെടുക്കാൻ എന്ത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നതാണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ നിങ്ങൾ ഓവറായിട്ട് ഇമോഷണൽ ആവരുതെന്ന് പറയുന്നുണ്ട്. ഓവറായിട്ട് ഇമോഷണൽ ആവുമ്പോൾ എന്ത് പറ്റുമെന്ന് പറയുമ്പോൾ, വെള്ളം നമുക്ക് ജീവിക്കാൻ, ജീവന് അടിസ്ഥാനം വെള്ളം ആണ്. അപ്പോൾ വെള്ളത്തിൽ നിന്നാണ് ജീവൻ ഉണ്ടായതെന്നാണ് പറയുന്നത്. അപ്പോൾ വെള്ളം വേണം, മനസ്സിലായി. പക്ഷേ വെള്ളം കൂടിക്കഴിഞ്ഞാൽ അത് ചെളിയായി, ഉരുൾപൊട്ടലായി, നാശനഷ്ടങ്ങളായി. ചെളിയിൽ നമ്മൾ പൊതഞ്ഞു പോകും, കാല് പൊതഞ്ഞു പോകും, നമുക്ക് നടക്കാൻ പറ്റില്ല, നമ്മൾ മുങ്ങിച്ചാവും. അങ്ങനത്തെ ഒരു ഇമോഷണൽ സിറ്റുവേഷനാണ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അത് നിങ്ങൾ ഓവറായിട്ട് ചെയ്യുന്നത് കൊണ്ടാണ്. അത് നാച്ചുറൽ അല്ല നിങ്ങൾ ഓവറായിട്ട്. ഇമോഷൻസ് എവിടെ നിർത്തണം, എത്രത്തോളം ഇമോഷണൽ ആകാം എന്നതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു ബോധമില്ല. മനസ്സിലായോ? അപ്പോൾ അത് മറ്റുള്ളവർക്ക് ഇഷ്ടമാണ് എന്ന് കാണിക്കുന്ന ഒരു എനർജിയാണ് നിങ്ങളുടെ. അപ്പോൾ അത് ഒരു പ്രശ്നമായിട്ട് വരുന്നുണ്ട്. ഇവിടെ ഓവർലി ഇമോഷണൽ ആകുമ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് തിരിച്ച്, ചിലർ പറയില്ല അഡ്വൈസ് ചെയ്യും, നമ്മൾ ചോദിക്കാതെ നമ്മളോട് അഡ്വൈസ് ചെയ്യും. അഡ്വൈസ് ചെയ്ത് കഴിഞ്ഞ് അവർ ഞാൻ ആർക്കും അഡ്വൈസ് കൊടുക്കാറില്ല, എല്ലാവരും എപ്പോൾ എല്ലാത്തിനും ചാർജ് ചെയ്യും, ഞാൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അഡ്വൈസ് ചെയ്യും, വേണമെങ്കിൽ എടുക്കാമെന്ന് നമ്മളോട് പറയും. നമ്മളത് വേണ്ടാന്ന് വെക്കും. കാരണം അഡ്വൈസ് നമുക്ക് പ്രാക്ടിക്കലായിട്ട് തോന്നുന്നില്ല. പക്ഷേ നമ്മൾ ആ അഡ്വൈസ് എടുക്കാത്തത് കൊണ്ട് ആ പേഴ്സണ് നമ്മളോട് ദേഷ്യം വരും. മനസ്സിലായോ? ആ പേഴ്സൺ നമ്മളുടെ സ്വാതന്ത്ര്യമാണ് കൈയെടുക്കുന്നത്. നമുക്കത് സ്വാതന്ത്ര്യമുണ്ട്, അത് എടുക്കണോ വേണ്ടയോ എന്ന്. ആ പേഴ്സൺ പറഞ്ഞതുകൊണ്ട് നമ്മൾ എടുക്കണം എന്നില്ല. പക്ഷേ അത് ആ പേഴ്സണ് ഭയങ്കരമായ ദേഷ്യത്തിലേക്ക് പോകും. അങ്ങനെ വൈരാഗ്യം വരും. പിന്നെ അത് ഉള്ളിൽ വെച്ച് പെരുമാറാൻ തുടങ്ങും. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പം നിങ്ങളുടെ എനർജി ഏകദേശം അതുപോലെ കാണുന്നുണ്ട്. ഈ പേഴ്സണെ നിങ്ങളെ അഡ്വൈസ് ചെയ്യാൻ നോക്കുന്നുണ്ട് പല കാര്യത്തിലും. ഈ പേഴ്സൺ ആവശ്യമില്ലാത്ത കാര്യത്തിൽ നിങ്ങൾ കയറി ഇടപെടുന്നുണ്ട്. അതൊക്കെ പ്രശ്നമാകും. ഇവിടെ ഒരു അമ്മയുടെ എനർജി കാണിക്കുന്നുണ്ട്. നിങ്ങൾ അമ്മയില്ലാത്ത ഈ പേഴ്സൺ അമ്മയില്ല എന്ന് വിചാരിച്ച് അമ്മയുടെ സ്ഥാനം അല്ലെങ്കിൽ അച്ഛൻ്റെ സ്ഥാനം കൈയടക്കാൻ നോക്കുകയാണോ? ഒരു റിലേഷൻഷിപ്പിൽ നമ്മൾ കയറുമ്പോൾ നമുക്കൊരു അച്ഛനെ അല്ല വേണ്ട, അച്ഛൻ്റെ പോലെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന എനർജി, അമ്മയെ പോലെ വിശ്വസിക്കുന്ന, സ്നേഹിക്കുന്ന ഒരു എനർജി, സപ്പോർട്ട് ചെയ്യുന്ന ഒരു എനർജി, അതാണ് വേണ്ടത്. അല്ല അമ്മയെ അല്ല വേണ്ടത് നമ്മൾ റിലേഷൻഷിപ്പിൽ കയറുമ്പോൾ. അതല്ല അച്ഛനെ അല്ല വേണ്ടത്. മനസ്സിലായോ? അപ്പോൾ അങ്ങനത്തെ ഒരു നിങ്ങൾക്ക് പക്ഷേ ആ ഒരു ഡിഫറൻസ് മനസ്സിലായിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ പേഴ്സൻ്റെ പുറകെ നടന്ന് തേർഡ് പാർട്ടിയെ ഉപയോഗിക്കും. ചിലപ്പോൾ തേർഡ് പാർട്ടിയോട് നിങ്ങൾ സംസാരിച്ചിട്ടുണ്ടാവും, അവരെ വഴക്ക് പറഞ്ഞിട്ടുണ്ടാവും, ഈ പേഴ്സൺ അത് അറിയാൻ ഇടവന്നിട്ടുണ്ടാവും, ഈ പേഴ്സൺ നാണക്കേടായിട്ടുണ്ടാവും. എന്തായാലും എല്ലാ കാര്യങ്ങളും നിങ്ങളിപ്പോൾ ഇവിടെ നിന്ന് പറയുന്നത് ഞാൻ എല്ലാം ട്രൈ ചെയ്തു, ഒന്നുമില്ല,
ഞാൻ ആ തേർഡ് പാർട്ടിയോട് പോയി സംസാരിച്ചു, അവരോട് വഴക്കിട്ടു, ഞാൻ പോലീസുകാരെ കൊണ്ടു അവരുടെ വീട്ടിൽ പോയി ആകെ ബഹളം ഉണ്ടാക്കി. പക്ഷെ എന്നിട്ടും എൻ്റെ പേഴ്സൺ തേർഡ് പാർട്ടിയെ ഉപേക്ഷിക്കുന്നില്ല. അതാണ് നിങ്ങളുടെ ഇപ്പം ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ബേൺഡ് ഔട്ടാണ്. നിങ്ങൾ ചെയ്യാവുന്ന മാക്സിമം ചെയ്ത് നോക്കി, പക്ഷെ നിങ്ങളുടെ പേഴ്സണെ മനസ്സിലാക്കി അതനുസരിച്ചിട്ട് നിങ്ങൾ പെരുമാറുന്നില്ല. മനസ്സിലായോ? ഈ പേഴ്സൺ തേർഡ് പാർട്ടി റിലേഷൻഷിപ്പിലേക്ക് എന്തുകൊണ്ട് പോയി, എന്തായിരുന്നു കാരണം പോകാനുള്ളത്, അതിനെക്കുറിച്ച് നിങ്ങൾ ജഡ്ജ് ചെയ്യുന്നില്ല. നിങ്ങൾ ഈ പേഴ്സണെ ജഡ്ജ് ചെയ്യുന്നത് മഹാചീത്ത സ്വഭാവമുള്ള പെണ്ണാണ്, ആണാണ്, ഭർത്താവാണ്, ഭാര്യയാണ്, ഗേൾഫ്രണ്ടാണ്, ബോയ്ഫ്രണ്ടാണ്, നാട്ടുകാരോട് മുഴുവൻ പറഞ്ഞു നടക്കുന്നുണ്ട്. മനസ്സിലായോ? അവർ നിങ്ങളെ നോക്കി ചിരിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്കത് മനസ്സിലാവുന്നില്ല. എല്ലാവരും നിങ്ങളോട് സിമ്പതി അല്ല. കാരണം നിങ്ങളുടെ സ്വഭാവം അറിയുന്നവർ നിങ്ങളുടെ പേഴ്സണോട് ചിലപ്പോൾ സിമ്പതി കാണിക്കുന്നുണ്ടാവാം. അപ്പോൾ നമ്മൾ ഡ്രാമ ക്രിയേറ്റ് ചെയ്യണം. നിങ്ങളൊരു ഡ്രാമയാണ് നിങ്ങൾ ആദ്യം ഡ്രാമ സ്റ്റോപ്പ് ചെയ്യണം. ഇവിടെ ഡ്രാമ വേണ്ട, പ്രാക്ടിക്കൽ, ക്ലിയർ, റിയൽ ആയിട്ടുള്ള സീനാണിത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്കൊന്നും ഓഫർ ചെയ്യാനില്ല എന്നാണ് പറയുന്നത്. നിങ്ങൾ ഭയങ്കര ഈഗോ ഉള്ള എനർജിയാണെന്ന് പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിൽ കൂടുതലും ഈ നിങ്ങൾക്ക് ഇഷ്ടമാണ് കല്യാണം, വിവാഹം, ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ, കുട്ടികൾ, ഒരു വീട്, ഇതൊക്കെ നിങ്ങൾക്കൊരു അഹങ്കാരമാണ്. മനസ്സിലായോ? അത് നിങ്ങൾക്ക് ആ ഒരു ചിന്തയാണ് നിങ്ങൾക്ക്. അതാണ് നിങ്ങൾക്ക് റിലേഷൻഷിപ്പ്. അല്ലാതെ റിലേഷൻഷിപ്പ് എന്താണെന്ന് നിങ്ങൾക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണമെന്ന് പറയുന്നുണ്ട്. ക്ഷമ വേണം, റെസ്പെക്റ്റ് വേണമെന്ന് പറയുന്നുണ്ട്. പിന്നെ നിങ്ങൾ എന്താ പറയുക, വളരെ റെക്ലെസ് ആയിട്ടാണ് പെരുമാറുന്നത്. ഇപ്പോൾ നമ്മൾ ഒരു കാര്യം ചെയ്തിട്ട് നമുക്കൊരു സാധനം റിപ്പയർ ചെയ്യണം. ഓക്കെ, നമുക്കൊരു മൊബൈൽ അല്ലെങ്കിൽ ഒരു കെട്ട് വീണെന്നായിരിക്കുക, ഒരു കയറിൽ ഒരു വള്ളിയിൽ കെട്ട് വീണോ, വെള്ളി നമുക്ക് ആവശ്യമുണ്ട്, അത്യാവശ്യമുണ്ട്. നമ്മൾ ആ വള്ളിയുടെ കുരുക്കഴിക്കാൻ നോക്കുന്നു. അങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ കൂടുതൽ കുരുങ്ങുക എന്നല്ലാണ്ട് അത് കുരുക്കഴിയുന്നില്ല. നിങ്ങളതാ ചെയ്യുന്നത്. നിങ്ങൾ കുരുക്കുക പോകുന്നത്. നിങ്ങൾക്ക് ആ കുരുക്ക് അഴിക്കണം. പക്ഷെ അതിന് ക്ഷമയോടെ ചെയ്യാനുള്ള ക്ഷമയില്ല നിങ്ങൾ. അവസാനം നിങ്ങൾ ഈ കുരുക്കോടുകൂടി ഈ വള്ളി വലിച്ചെറിയും. അല്ലാതെ നിങ്ങൾക്ക് വേറെ വഴിയില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് നിങ്ങൾ പോകുന്നത്. നിങ്ങൾ ഹാപ്പിനെസ്സിന് ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ്. നിങ്ങൾക്ക് ഹാപ്പിനെസ് കൊണ്ടുവരണമെങ്കിൽ നിങ്ങൾ ഈ സ്വഭാവം എന്താണ്, റിലേഷൻഷിപ്പ്, നിങ്ങളുടെ പേഴ്സൺ എന്താണ്, ആ വ്യക്തി എന്താണെന്ന് മനസ്സിലാക്കുക. അവർക്ക് എന്താണ് വേണ്ടത്, എന്താണ് വേണ്ടാത്തത്, അതാദ്യം മനസ്സിലാക്കുക. എന്താണ് വേണ്ടതെന്ന് മനസ്സിലാക്കുക. കൊടുക്കാൻ പറ്റുമെങ്കിൽ കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം നോർമലായിട്ട് നടത്തുക. ഡ്രാമ എക്സ്പെക്റ്റ് ചെയ്ത്, ഡ്രാമ ക്രിയേറ്റ് ചെയ്ത്, അത് ഭയങ്കര തലവേദനയാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ അതൊരു എൻജോയ്മെൻറ്റ്, രസമായിരിക്കും. പക്ഷേ കാണുന്നവർക്കും അത് അനുഭവിക്കുന്നവർക്കും അത് ഭയങ്കര തലവേദനയാണ്. അതാണ് യൂണിവേഴ്സ് പറയുന്നത്. ഇനിയിപ്പോൾ ഈ എനർജി നിങ്ങളുടെ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ ആയിരിക്കും. ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ എടുക്കുക. കാരണം ഇതാണ് ഇവിടെ കണ്ടത്. ലിയോ, അക്വാരിയസ്, ഏരീസ്, ടോറസ്, ലീബ്ര, സ്കോർപിയോ, വാങ്ക് വിളിക്കുന്നത്, ജെമിനായി, സ്കോർപിയോ, വെർഗോ, ഭവാനി. അപ്പോൾ രണ്ടാമത്തെ റീഡിംഗ് ഇവിടെ നിർത്തുകയാണ്. ഭവാനി. മൂന്നാമത്തെ റീഡിങ്ങിലേക്കാണ് നമ്മൾ പോകുന്നത്, ഫൈനൽ റീഡിങ്. അപ്പോൾ നമുക്ക് ആദ്യം ഓറക്കൽ മെസ്സേജ് നോക്കാം. ഭഗവാനെ, മൂന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കൽ മെസ്സേജ് എന്താണ്? ഭഗവാനെ, ഓം നമഃ ശിവായ, 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 ഓം നമഃ ശിവായ. ഭഗവാനെ, നമഃ ശിവായ. മൂന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കൽ മെസ്സേജ് തരണേ ഭഗവാനെ. ഭഗവാനെ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. ഒരു കാർഡേ ഉള്ളൂ, ഒന്നും കൂടെ നമുക്ക് നോക്കാം.
തിരിഞ്ഞില്ല പക്ഷേ. അപ്പം നിങ്ങൾക്ക് ഒരു കാർഡേ വന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ, കാർഡ് മൗണ്ടൻസ്. മൗണ്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൗണ്ടൻ എങ്ങനെയാണ്? മൗണ്ടൻ ആണ് വലിയ മേഘങ്ങളെ, കാർമേഘങ്ങളെ തടഞ്ഞു നിർത്തി മഴ പെയ്യിക്കുന്നത്. അപ്പോൾ എന്തോരം മനഃശക്തി ഉണ്ട്, എത്ര ശക്തിയുള്ളതാണ് മൗണ്ടൻ അല്ലേ? ആ കാർമേഘങ്ങൾ ഭയങ്കര സ്ട്രോങ് ആണ്. അതുങ്ങൾ വന്ന് മലയിലേക്ക് ഇടിക്കുകയാണ്, പക്ഷെ അത് തടഞ്ഞു നിർത്തുകയാണ് മല. അപ്പം അത്രയും സ്ട്രോങ് ആവണം നമ്മൾ. നമ്മളുടെ അടുത്തേക്ക് ഉപദ്രവങ്ങൾ വരും, നമ്മൾ അതിനെ പ്രതിരോധിക്കാനുള്ള ശക്തി ഉണ്ടാക്കണമെന്നാണ് പറയുന്നത്. അല്ലാതെ നമ്മൾ മരങ്ങളെ പോലെ കാറ്റടിക്കുമ്പോൾ വളഞ്ഞ് അല്ല, ഇങ്ങനെ നിൽക്കുക. ഇത് വന്ന് അടിച്ചിട്ട് തിരിച്ചു പൊക്കോളും, അല്ലെങ്കിൽ ഫൈറ്റ് ചെയ്യും, നമ്മളെ ഫേസ് ചെയ്യും അത്, അല്ലെങ്കിൽ നമ്മളെ ഇടിച്ചിട്ടിട്ട് പോകും. അപ്പം അത്രയും സ്ട്രോങ് ആവണം നിങ്ങൾ. നിങ്ങളുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾ ഇഷ്ടം പോലെ ഉണ്ട്, തകരരുത്, തളരരുത്. ഇതാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ജിപ്സി ഓറക്കിൾ കാർഡ്സ് നോക്കാം. ഭഗവാനെ ദേവി അമ്മേ മഹാമായേ, അമ്മേ ദേവി 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 മഹാമായേ. ഒരു ഫ്രണ്ടിനെ കാണിക്കുന്നുണ്ട്, ഒരു ഫോർച്യൂൺ. ഒരു ഫ്രണ്ട് ചിലപ്പോൾ നല്ലൊരു പുതിയ ബിസിനസ് ഡീലിനെ കുറിച്ച് നിങ്ങളോട് സംസാരിക്കാൻ ചാൻസ് ഉണ്ട്. ഒരു ഫ്രണ്ട് വന്നില്ലെങ്കിൽ ഒരു മെസ്സേജ് കിട്ടാൻ ചാൻസ് ഉണ്ട് നിങ്ങൾക്ക്, കോൺസ്റ്റൻസി. അപ്പോൾ നിങ്ങൾക്ക് സ്ഥിരമായ ഒരു വരുമാനം കിട്ടാനുള്ള ഒരു ചാൻസ് ഉണ്ടാവാം. പിന്നെ ഉള്ളത് ഒരു വിഡോവർ. ഭാര്യ മരിച്ച ആരോ ഒരാൾ ഇപ്പോഴും ഭാര്യയെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന, ഭാര്യയുടെ ശവകുടീരത്തിൽ പോകുന്ന, വിസിറ്റ് ചെയ്യുന്ന ആള്, അങ്ങനെ ഒരാൾ നിങ്ങൾക്ക് പരിചയമുണ്ടോ? എന്തായാലും ഒരു എനിമിയും കൂടെ കാണുന്നുണ്ട്. എനിമി എന്ന് പറഞ്ഞാൽ ഒരു ശത്രു നിങ്ങൾക്കുണ്ടെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങളുടെ കാർഡ്സ് ഇവിടെ കണ്ടത്. ഇനി നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. ഭഗവാനെ, നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ എനർജി എന്താണ്? 9 ഓഫ് വാൻഡ്സ് ആണ്. ഈ പേഴ്സൺ കുറേ അടി കൊണ്ട്, കുറേ വേദനിച്ച്, കുറേ ഉപദ്രവം ഏറ്റിട്ടും ഇപ്പോഴും ആ സിറ്റുവേഷനിൽ നിന്ന് മാറാതെ അവിടെ അടിയുറച്ച് നിൽക്കുകയാണ്. ഒരു പ്രാവശ്യം കൂടെ ട്രൈ ചെയ്ത് നോക്കാം എന്ന് വിചാരിക്കുന്ന ഒരു എനർജിയാണ് നിങ്ങളുടെ പേഴ്സൺ. ഒരു ഇൻട്രസ്റ്റിംഗ് എനർജിയാണത്. നിങ്ങളിൽ നിന്നുള്ള അടി കിട്ടിയതാണോ, തേർഡ് പാർട്ടിയിൽ നിന്നുള്ള അടി കിട്ടിയതാണോ? നിങ്ങൾ സംശയത്തിൻ്റെ പുറത്താണോ തേർഡ് പാർട്ടി റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞിട്ട് ഈ പേഴ്സൺ ഉപദ്രവിക്കുന്നത്? അറിയില്ല. അപ്പോൾ അത് തേർഡ് പാർട്ടി നിങ്ങൾ ഉദ്ദേശിക്കുന്ന റിലേഷൻഷിപ്പ് ആണോ, അതും അറിയില്ല. എന്തായാലും നമുക്ക് ഈ പേഴ്സണ് എന്താണ്, നമുക്ക് ക്ലാരിറ്റി നോക്കാം. എന്തുകൊണ്ടാണ് ഈ പേഴ്സൺ ഈ ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്നത്? എന്തുകൊണ്ടാണ് ഈ കാർഡ് ഇവിടെ വന്നത്? 5 ഓഫ് കപ്സ്. നിരാശയുള്ള ഒരു എനർജിയാണ്. അതുപോലെ തന്നെ ഇവിടെ വർക്ക് ചെയ്തിട്ട് കാര്യമില്ല എന്ന ഒരു ചിന്ത. ഈ സിറ്റുവേഷൻ നശിച്ചു പോയി, ഇവിടെ ഭയങ്കര നിരാശയാണ് എന്ന് വിചാരിച്ചിട്ടും ഒരു പ്രാവശ്യം കൂടെ ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിക്കുന്ന ഒരു എനർജിയാണ് നിങ്ങളുടെ പേഴ്സൺ. ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, ക്യാൻസർ, പൈസസ്, സ്കോർപിയോ, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ, സോഡിയാക് സൈൻ ആണ് ഇവിടെ കാണുന്നത് കേട്ടോ. ഒന്നും സ്ട്രോങ് ആയിട്ടുള്ള സോഡിയാക് സൈൻ ഒന്നും വരുന്നില്ല, ഇവിടെ വന്നിട്ടില്ല ഇതുവരെ. നിങ്ങളും നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? നിങ്ങളുടെ പേഴ്സണും നിങ്ങളുമായിട്ടുള്ള ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? ഭഗവാനെ, ഓക്കെ. വീൽ ഓഫ് ഫോർച്യൂൺ. നിങ്ങൾ തമ്മിലുള്ള സിറ്റുവേഷൻ കുറേ പ്രശ്നങ്ങളുണ്ട്. രണ്ടാമത്തെ ഒരു ന്യൂ ബിഗിനിങ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, രണ്ടുപേരും ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അതിനാൽ ആക്ഷൻ എടുക്കാൻ രണ്ടുപേർക്ക് ഇൻട്രസ്റ്റ് ഇല്ല. കാരണം ഇവിടെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത്, അല്ലെങ്കിൽ അപ്പുറത്ത് നിങ്ങൾക്ക് പ്രശ്നമുണ്ടാക്കുന്നത് ഒരു എംപ്രസ് ആണ്. അത് ചിലപ്പോൾ നിങ്ങളിൽ ആരുടെയെങ്കിലും അമ്മയാവാം, അല്ലെങ്കിൽ ഒരു ഫാമിലി, ഒരാളുടെ ഫാമിലി ആവാം. എന്ന് വെച്ചാൽ അച്ഛൻ, അമ്മ, ബന്ധുക്കൾ. മനസ്സിലായോ? നിങ്ങളുടെ പേഴ്സണിൻ്റെ ബന്ധുക്കളോ അമ്മയോ അച്ഛനാവാം, നിങ്ങളുടെ ആവാം, ആരാണെങ്കിലും. കാരണം നിങ്ങൾ തമ്മിലുള്ള എനർജിയാണ് നോക്കുന്നത്. ഈ സിറ്റുവേഷൻ മാറണം. അതിനകത്ത് പക്ഷെ നിങ്ങൾ വഴക്കിട്ടിട്ട് മാറാനുള്ളതല്ല,
അല്ലാതെ തന്നെയും നിങ്ങൾ തമ്മിൽ അടിപിടിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളുടെ പേഴ്സൺ അതുകൊണ്ടാണ് അവിടെ പിടിച്ചു നിൽക്കുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ ഫാമിലി ആയിരിക്കും ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാക്കുന്നത്. നിങ്ങൾ പറയും അല്ല പുള്ളിയുടെ ഫാമിലിയാണെന്ന്, സ്ത്രീയായാലും പുരുഷനായാലും. പക്ഷേ നിങ്ങളുടെ പേഴ്സൺ പറയുന്നത് നിങ്ങളുടെ ഫാമിലിയാണ്, അതുകൊണ്ട് നിങ്ങളോട് വൈരാഗ്യമില്ല ഈ പേഴ്സൺ, അത് മനസ്സിലാകുന്നുണ്ട്. പക്ഷേ ഇവിടെ ഒരു പോസിബിലിറ്റി ഇല്ല. കാരണം നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നാണ് ഈ പേഴ്സൺ പറയുന്നത്. ഈ സിറ്റുവേഷൻ മാറണമെന്ന് നിങ്ങൾ രണ്ടുപേരും ആഗ്രഹിക്കുന്നു. തമ്മിൽ നിങ്ങൾക്ക് പ്രശ്നമില്ല, ഫാമിലിയാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. പക്ഷെ നിങ്ങൾക്ക് ഫാമിലിയെയും ഉപേക്ഷിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ ഫാമിലി ഉപേക്ഷിക്കാൻ പറ്റില്ല. ഇവിടെ ഒരു വ്യത്യാസം, നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുമ്പോട്ട് പോകണം സന്തോഷപരമായിട്ട്, ഈ പ്രശ്നങ്ങൾ മാറണം, നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടാകില്ല എന്നൊക്കെ നിങ്ങൾ തമ്മിൽ തീരുമാനിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അക്വേറിയസ്, ഏരീസ്, ടോറസ്, ലീബ്ര, ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപ്പിയോ. ഈ തേർഡ് പാർട്ടിയെ ഒഴിവാക്കാൻ, ഇതൊരു ഫാമിലിയാണ് കേട്ടോ, ഇതിനെ ഒഴിവാക്കാൻ നിങ്ങൾക്ക് ഫാമിലികളെ, ഒരു പരിചയമില്ലാത്ത തേർഡ് പാർട്ടികളെ നമുക്ക് ഒഴിവാക്കിയെടുക്കാം. ബ്ലഡ് റിലേഷൻഷിപ്പിലുള്ള ആളുകളെ, തേർഡ് പാർട്ടികളെ നമുക്ക് ഒഴിവാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിന് ആരുടെ ഫാമിലിയാണോ പ്രശ്നം ഉണ്ടാക്കുന്നത് ആ പേഴ്സൺ സ്ട്രോങ് ആവണം. ഒന്നില്ലെങ്കിൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കണം, അല്ലെങ്കിൽ തൽക്കാലത്തേക്ക് അവരിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിങ്ങളുടെ അടുത്തേക്ക് വരണം. ഇതേ വഴിയുള്ളൂ. ഇതൊരു മാരേജ് സിറ്റുവേഷനാണ്. ഹെയറോഫാന്റ് വളരെ ട്രഡീഷണലായ ഒരു സിറ്റുവേഷനാണ്. അപ്പം നിങ്ങൾ കുറച്ച് മോഡേൺ ആണോ, അത് നിങ്ങളുടെ പേഴ്സൺ ആണോ മോഡേൺ, അറിയില്ല. ഒരു വളരെ യാഥാസ്ഥികമായ കുടുംബത്തിലേക്ക് ഒത്തിരി മോഡേൺ മെൻറ്റാലിറ്റി ഉള്ള ഒരു എനർജി ചെന്ന് കയറുമ്പോൾ ഉള്ള പ്രശ്നം പോലെയാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരാളെ അഡ്ജസ്റ്റ് ചെയ്യുക, നമ്മൾ ഒരാളെ ഇഷ്ടപ്പെടുമ്പോൾ കുറച്ച് അയാളുടെ ഇഷ്ടാനിഷ്ടങ്ങളും കൂടെ ചേരുക. അല്ലെങ്കിൽ നമുക്ക് വളരെ യാഥാസ്ഥിതികനായ ഒരു എനർജി, വളരെ മോഡേൺ ആയ രണ്ടുപേരും തമ്മിൽ ചേരില്ല. ഈ പേഴ്സൺ നിങ്ങളെ ആക്സെപ്റ്റ് ചെയ്താലും നമ്മളുടെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ പേഴ്സണിൻ്റെ ഫാമിലിയിലേക്കാണ് ചെന്ന് കയറാറുള്ളത്. ബന്ധുക്കൾക്കെല്ലാം അവിടെ ബോയ്സ് ഉണ്ട്, അത് പണിയാവും. അപ്പോൾ നമ്മൾ മോഡേൺ ആയ ആൾ ചൂസ് ചെയ്യുമ്പോൾ കുറച്ച് മോഡേൺ ആയ ആൾ ചൂസ് ചെയ്യുക, യാഥാസ്ഥിതികനായ ആൾ ചൂസ് ചെയ്യുക. അല്ലെങ്കിൽ ഫാമിലി എതിർക്കാനുള്ള ശക്തി വെക്കണം. നിങ്ങളൊരു വാശിക്ക് കല്യാണം കഴിച്ചിട്ട് വീട്ടുകാരെ ആക്സെപ്റ്റ് ചെയ്താലേ പറ്റുള്ളൂ, എനിക്ക് അവരെ ഉപേക്ഷിക്കാൻ പറ്റില്ല എന്നൊരു സ്റ്റാൻഡ് എടുത്തിട്ട് ഒരു കാര്യവുമില്ല. അതാണ് ഇവിടെ കാണിക്കുന്നത്. വളരെ ഡെവലിഷ് ആയ ഒരു എനർജിയാണ് നിങ്ങളുടെ ഫാമിലി, ആരുടെയോ ഫാമിലി, മനസ്സിലായോ? ഇവിടെ വളരെ ട്രഡീഷണലായിട്ട് ജീവിക്കുന്ന ഒരാളുണ്ട്. അയാളുടെ ജീവിതത്തിലേക്ക് ഒരു മോഡേൺ ആയ എനർജി വന്ന് കയറിയിട്ടുണ്ട്. അതാണ് പ്രശ്നം. മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല. എന്നാൽ ഇത് കംപ്ലീറ്റ് ആയിട്ട് തകർത്തടിക്കാനും പറ്റുന്നില്ല. നിങ്ങൾക്ക് ഇത് ഇവിടെ പ്രശ്നം ഉണ്ടാക്കാൻ പറ്റില്ല. ഇവിടെ പ്രശ്നം ഉണ്ടാക്കിയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണെ ഉപേക്ഷിച്ച് പോകേണ്ടി വരും. അവസാനം ഒന്നും ഇല്ലാണ്ടാവും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരു പൊട്ടിത്തെറി ഒഴിവാക്കാനായിട്ട് നിങ്ങൾ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യണമെന്നാണ് പറയുന്നത്. നിങ്ങൾ അവരുടെ ബന്ധുക്കളെ കുറിച്ച് അവരോട് കുറ്റം പറയാതിരിക്കുക, മനസ്സിലായോ? മിണ്ടാതിരിക്കുക. അവരെന്ത് വേണേൽ പറഞ്ഞോട്ടെ. നിങ്ങൾ സ്നേഹം കൊടുക്കുക നിങ്ങളുടെ പേഴ്സണ്. ഇവിടെ ഓവർ ഒരു ഇതാണെന്ന് വെച്ചാൽ എല്ലാവരും കയറി എല്ലാത്തിലും അഭിപ്രായം പറയും. നിങ്ങൾ ഇന്ന ഡ്രസ്സ് ഇട്ടാലും കുറ്റം, നിങ്ങളുടെ പേഴ്സൺ ഇന്ന കാര്യം ചെയ്താൽ ഞങ്ങളുടെ ഫാമിലിയിലൊന്നും ഇങ്ങനെ ചെയ്യില്ല പെണ്ണുങ്ങൾ, അല്ലെ ഞങ്ങളുടെ ഫാമിലിയിൽ ആണുങ്ങൾ ഇങ്ങനെ ചെയ്യില്ല എന്ന് പറഞ്ഞ് തലക്ക് സ്വൈര്യം തരാത്ത കുറച്ച് ആളുകൾ നിങ്ങളുടെ ഇടയിലുണ്ട്. നിങ്ങൾക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റുന്നത് അഡ്ജസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ വേണ്ടെന്ന് വയ്ക്കുക. അല്ലാതെ വേറെ ഒരു കാര്യമില്ലെന്നാണ് യൂണിവേഴ്സ്. കാരണം ഈ മൈൻഡ് സെറ്റ് മാറില്ല. നിങ്ങളുടെ പേഴ്സൻ്റെ ഫാമിലിയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പ്രശ്നം ഉണ്ടാക്കുന്നതെങ്കിൽ പേഴ്സൺ ഒരു സ്ട്രോങ് ഡിസിഷൻ എടുക്കുക. നിങ്ങളുടെ ബന്ധുക്കളാണ് റിലേഷൻഷിപ്പ് പ്രശ്നം, നിങ്ങളൊരു സ്ട്രോങ് ഡിസിഷൻ എടുക്കുക. മനസ്സിലായോ? അതേ ഉള്ളൂ വഴി, വേറെ ഒന്നുമില്ല. ഇവിടെ തമ്മിൽ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ഫാമിലി ഇവർ കുറ്റം പറയും, ഇവരുടെ ഫാമിലി അവർ കുറ്റം പറയും. അവസാനം നിങ്ങൾ തമ്മിൽ അടിയാവും. ശോഭനയുടെയും ബാലേന്ദ്രമേനോൻ്റെ ഒരു സിനിമയുടെ പേര് ഓർമ്മയില്ല, അതിനകത്ത് ഇങ്ങനെ ഹിന്ദുവും ക്രിസ്ത്യനും ആണെന്ന് തോന്നുന്നു കല്യാണം, അവരെന്തോ ആണ്, ഭയങ്കര ബഹളമാണ്. അവസാനം അവരൊരു തീരുമാനം എടുക്കും, ഞങ്ങൾ വളർത്തിക്കോളാം ഞങ്ങളുടെ പിള്ളേരെ എന്ന്. മനസ്സിലായി? അങ്ങനെ ഒരു സ്റ്റാൻഡ് എടുക്കാനുള്ള, ബന്ധുക്കളെ ഉപേക്ഷിക്കണം എന്നല്ല പറയുന്നത്, പക്ഷെ നമ്മളുടേതായ കാര്യങ്ങൾ നമ്മൾ തീരുമാനമെടുക്കാനുള്ള ഒരു കപ്പാസിറ്റി വെക്കുക. മനസ്സിലായോ? അവർ പറയുന്നത് കേൾക്കുക. പക്ഷെ നമ്മളുടേതായ ഒരു അഭിപ്രായം ഉണ്ടല്ലോ, കാരണം നമ്മൾ സ്നേഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ അയാളെയും കൂടെ കൺസിഡർ ചെയ്യണമെന്ന് മാത്രമേ യൂണിവേഴ്സ് ഇവിടെ പറയുന്നുള്ളൂ നിങ്ങളോട്. അല്ലാതെ നിങ്ങൾക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഇത് ബ്ലഡ് റിലേഷൻഷിപ്പാണ്, നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതാണ് കാര്യം. ഓക്കെ, അപ്പോൾ അതാണ് നിങ്ങളുടെ ഫൈനൽ റീഡിങ്. ക്യാൻസർ, സ്കോർപ്പിയോ സ്ട്രോങ് ആണ്. കാപ്രിക്കോൺ ഉണ്ട് ഇവിടെ, ടോറസ് ഉണ്ട് ഇവിടെ, എർത്ത് സൈൻസ് ആണ് കൂടുതൽ. ബാക്കി ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഭവാനെ. അപ്പോൾ ഇതാണ് ഫൈനൽ റീഡിങ്. അപ്പോൾ ഇതുവരെ എൻ്റെ റീഡിങ്സ് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി.
എല്ലാവരും സേഫായിട്ടിരിക്കുക. ഭഗവാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷവും സമാധാനവും സംതൃപ്തിയും സമൃദ്ധിയും ആരോഗ്യവും അനുഗ്രഹിച്ച് തരാനിടയാക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ടേക്ക് കെയർ. വീണ്ടും ഒരു റീഡിങ്ങുമായിട്ട് വരാം. ബൈ ബൈ.